ഹലോ, ജുനൈദാണേ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഫ്രണ്ട് ഒരു ഹോട്ടലിൻ്റെ സൈഡ് കാണിച്ചിട്ട് ഞാൻ അതാണെന്ന്. സത്യത്തിൽ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു, അബദ്ധം പറ്റിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഫ്രണ്ട് ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് എൻട്രൻസ് കേട്ടോ. എനിക്ക് അബദ്ധം പറ്റിയാണ്, എല്ലാവരും ക്ഷമിക്കണം. മനുഷ്യനല്ലേ അബദ്ധം പറ്റും. ഇപ്പം ഞാൻ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ കണ്ടു. അപ്പോൾ ഇതാണ് ശരിക്കും ഫ്രണ്ടെന്ന് അന്നേരമാണ് എനിക്ക് മനസ്സിലായത്. കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് പഴയ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്താ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടലാണിത്. വേറെ അറബിയിലായതുകൊണ്ട് എനിക്ക് വായിക്കാറുണ്ട്. ഇതെല്ലാം നോക്ക് ഡ്രസ്സിൻ്റെ ക്ലോത്തിൻ്റെ ഷോപ്പുകളാണേ. ഇവിടെ ഒരു പഴയ ഐറ്റം കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു ഒട്ടകത്തിന് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. രസമാണ് കാണാനായിട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഒട്ടകം. എൻ്റെ ഹൈറ്റുണ്ട്, നോക്ക്, എന്നെ കാട്ടിന്ന് ഹൈറ്റുണ്ട്. എന്താ ഇത് ഈ റെസ്റ്റോറൻറ്റുകാർ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ഒട്ടകവും. ഈ വണ്ടി അവർ വെച്ചിരിക്കുന്നതായിരിക്കും നോക്കി. ഇത് പഴയ ലാൻഡ് റോവറാണേ, പഴയ ലാൻഡ് റോവറാണ് കേട്ടോ. എഞ്ചിനൊന്നുമില്ല, എഞ്ചിനൊക്കെ ഊരി മാറ്റിയിരിക്കുന്നു, ബോഡി മാത്രമേ ഉള്ളൂ കേട്ടോ. പഴയ രീതിയിൽ തന്നെ. ഇത് ഈ റെസ്റ്റോറൻറ്റുകാർ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അവരാ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഒരു വലിയൊരു ചെമ്മീനും ഒരു നമ്മളെ കരിമീനും ഇരിപ്പുണ്ട്. വേണ്ട, അടിപൊളിയില്ലേ? വലിയൊരു ചെമ്മീനും കരിമീനും. ഇത് നമ്മളെ മീൻ പിടിക്കുന്ന, പണ്ടത്തെ കാലത്ത് മീൻ പിടിക്കുന്ന രീതിയിലുള്ള കൊട്ടയാണ്, കൊട്ടയും വട്ടിയൊക്കെയാണ് കേട്ടോ. വണ്ടി കണ്ടു വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഇല്ലെങ്കിലും ഉണ്ടല്ലോ, വണ്ടിയുടെ ബോഡി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല വില മതിക്കും വണ്ടി. ഇതൊക്കെ എഞ്ചിനിട്ടൊക്കെ ഇറക്കി നമ്മൾ നാട്ടിലൊക്കെ ഓടിക്കണം. ഇവിടെ നല്ല വില ഉണ്ട് കിട്ടാൻ. നാട്ടിലൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിടക്കും, അടിപൊളിയായിരിക്കും. ഇന്ത്യയിൽ കാണിച്ചില്ല, സീറ്റൊന്നുമില്ല, സീറ്റൊക്കെ അഴിച്ചു മാറ്റിയിരിക്കുന്നു. പക്ഷേ ഡാഷൊക്കെ ഉണ്ട് കേട്ടോ. പഴയ മോഡൽ വണ്ടിയുടെ ഡാഷൊക്കെ എത്രയേ ഉള്ളൂ, ഗിയറൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം അഴിച്ചു മാറ്റിയിരിക്കുന്നവർ. സംഭവം സൂപ്പർ കേട്ടോ. ഐ ലവ് ദുബായ്. എനിക്കും ദുബായ് ഇഷ്ടമാണ്. ദുബായ് കൊണ്ടാണ് നമ്മളെ ജീവിതം ഒരു കര പിടിച്ചത്. ഇതൊക്കെ ഇതാണ് ഇവിടുത്തെ രാജാവ് കേട്ടോ, ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്, ഇദ്ദേഹത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ, ഇദ്ദേഹം എഴുതിയ ബുക്കുകളാണ് ഇത് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ് മൈ സ്റ്റോറി. ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ, വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ പല ലാംഗ്വേജിലുണ്ട് കേട്ടോ. ഇത് റഷ്യൻ ആണോ എന്ന് അറിയില്ല, ഏത് ലാംഗ്വേജാണ്. ഇത് ഇംഗ്ലീഷ്, ഇത് ഏത് ലാംഗ്വേജ് എനിക്ക് റഷ്യനും അങ്ങനെ എന്തോ ആണ് ലാംഗ്വേജ്, എനിക്ക് മനസ്സിലാവുന്നില്ല. പല ലാംഗ്വേജിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. മലയാളത്തിൽ കാണുന്നില്ല. മലയാളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു. വില എത്രയാണെന്ന് അറിയാൻ വയ്യ, വാങ്ങി നോക്കാമായിരുന്നു. എനിക്ക് വല്ലപ്പോഴ ബുക്കൊക്കെ വായിക്കുന്ന ശീലം ഉണ്ട് എനിക്കും. അതിനകത്തുനിന്ന് കയറി ചില ഷോപ്പുകൾ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, കാണിച്ചു തരാം. ഇവിടെ ഒരു രാജാവും രാജ്ഞിയുടെയും ഒരു പ്രതിമ കൊടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ, റെസ്റ്റോറൻറ്റ്. എന്താ അടിപൊളിയില്ലേ?
ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. 2-3 വീഡിയോസായിട്ട് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും. ഞാൻ ശരിക്കും ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ടൈമില്ലായിരുന്നു എനിക്ക് നമ്മുടെ ഫോൺ വരുന്നത്. ഇതൊക്കെ എന്തോന്നാണ്, ഇതൊക്കെ ചെറിയ ചെറിയ ബോട്ടാണ്, ഹൗസിംഗ് ബോട്ടാണ്. ഇതൊക്കെ നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആവശ്യമുള്ളവരോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും. ചെറിയ ഹൗസിംഗ് ബോട്ടാണ്, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് അടച്ചിട്ട് അങ്ങോട്ട് പോയി കാണിക്കാമോ ഇല്ലയെന്ന് അറിയില്ല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. നേരത്തെ തന്നെ സെക്യൂരിറ്റി തന്നെ പിടിച്ച് നിർത്തി. ഇതൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അവരോട് ചോദിച്ച് പെർമിഷൻ എടുത്തിട്ട് ചെയ്യാവൂ കേട്ടോ എല്ലാവരും. ഞാൻ പെർമിഷൻ എടുത്തിട്ടാണ് വന്നത്, പക്ഷേ പെർമിഷൻ ചോദിച്ച സെക്യൂരിറ്റി അല്ലല്ലോ അടുത്ത പിടിക്കുന്നത്. അപ്പോൾ അവരെടുത്തും എക്സ്പ്ലെയിൻ നമ്മൾ ചെയ്യണം, എന്തിനാണ് ഇത് എടുക്കുന്നത്, എന്ത് പർപ്പസാണ് എന്നൊക്കെ അവർ ചോദിക്കും. തിരിച്ചും മറിച്ചു വെക്കാം. പിന്നെ ഞാൻ യൂട്യൂബ് ചാനലിൽ കാണിച്ചു കൊടുത്ത്, അപ്പം പുള്ളിക്കാരൻ തന്നെ ചിരിക്കണം. ആകെ 25 സബ്സ്ക്രൈബറും കൊണ്ട് നമ്മൾ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടാ. പുള്ളി ജസ്റ്റ് ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല എടുത്തോന്ന് പറഞ്ഞു. നമ്മളെ സംസാരം വേണ്ടല്ലോ, നാക്കെൻ്റെ വായിക്കാത്ത കിടക്കില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇതെന്തോ ചോയിയാണോ, അത് ഓളാണോ? ഇവിടെ ഒരു ഞാൻ വേറിയത് മനുഷ്യനായിരിക്കും. പിന്നെ നോക്കിയാണ് മനസ്സിലായതൊരു പ്രതിമയാണോ. കുറച്ച് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ, ഒരുപാടില്ല. അങ്ങനെ പറയത്തക്ക ഒരുപാട് ടൂറിസ്റ്റ് ഇല്ല, കാരണം സീസൺ അല്ലല്ലോ, ചൂടല്ലേ. അതുകൊണ്ട് സീസൺ ആകുമ്പോഴത്തേക്കും ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടാവും. അതേ റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് സൈഡാണിത്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആ റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് സൈഡാണിത്. നോക്ക് എന്ത് മനോഹരമായിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടിപൊളിയല്ലേ. ഇവിടെ പഴയ കാലഘട്ടത്തെ ഓർമ്മിക്കുന്ന രീതിയിൽ ഒരു ആനയുടെ ഇത്, ആനയും രാജാവും ഭടന്മാരും ഒക്കെ ആയിട്ട് വലിയൊരു ആനപ്പുറത്ത് പോകുന്ന രീതിയിൽ. ഇതെല്ലാം റെസ്റ്റോറൻറ്റ് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിന് ഗവൺമെൻറ്റിൻ്റെയാണ്, എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻ്റ് ആയിരിക്കും. എന്തെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റുകയാണെങ്കിൽ ക്ഷമിക്കണം. മനഃപൂർവ്വമല്ല, നമുക്ക് വീഡിയോസ് എടുക്കുന്ന എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഞാനെന്താ ഇവിടേക്ക് വരാൻ വൈകിപ്പോയി ഒരു വർഷത്തിൻ്റെ ഇടയിൽ. ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. അത് രാത്രി വരണം കേട്ടോ. ഇവിടെ രാത്രി നല്ല രസമാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ റാന്തലെല്ലാം കത്തും, വെളിച്ചിടും. നോക്കിയോ, സ്പ്രേയുടെ ഷോപ്പാണ്. റെസ്റ്റോറൻറ്റാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കയറി ഇരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇത് പൊടി പൊടി കിടക്കണമെന്ന് നോക്കണ്ട, സീസൺ ആകുമ്പോൾ അവരെല്ലാം ഇത് ക്ലിയർ ആക്കും. മെയിൻ്റെനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇവിടെ. ഓഫ് സീസണാണ്, അതുകൊണ്ടാണ് ഞാൻ കേട്ടോ. ഓൺ സീസൺ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അടിപൊളിയായി ആക്കുക വരുന്നത്. ഇവിടെ ഡ്രോൺ അലോഡല്ല, ഡ്രോൺ പറത്തൽ അലോഡല്ല. എന്താണ് കാരണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. കാരണം എൻ്റെ കയ്യിൽ ഡ്രോണില്ല, നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്താ സംഭവം എഴുതിയും വെച്ചിട്ടില്ല. എന്തോ സംഭവം കേട്ടോ, മേടിച്ചു. എന്താ സംഭവം? അത് ഊഞ്ഞാലായിരിക്കും കേട്ടോ. ഇത് പഴയ നമ്മളെ കാളവണ്ടിയും കുതിരവണ്ടിയുടെ ഒരു പണ്ട് ഉപയോഗിക്കുന്ന കുതിരവണ്ടിയുടെ ചക്രങ്ങളാണ് തോന്നുന്നു കേട്ടോ. ഇത് പണ്ടത്തെ വർഷങ്ങൾ വഴക്കമുണ്ടാവുന്നൊക്കെ. നമ്മുടെ നാട്ടിലും ഒരു സമയത്ത് ഫുള്ള് കാളവണ്ടികളും
ഇതൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടല്ലേ മോട്ടോർ വണ്ടികളൊക്കെ വന്നത്. റെസ്റ്റോറൻ്റാണേ. റെസ്റ്റോറൻ്റ് കണ്ടു കഴിഞ്ഞാലേ ഇത് നമ്മൾ പഴയ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം 50 കൊല്ലോ 100 കൊല്ലമൊക്കെ പുറകിലോട്ട് പോയൊരു ഫീലാണ് കേട്ടോ നമുക്ക്. റെസ്റ്റോറൻ്റെല്ലാം പഴയ രീതിയിൽ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി. എല്ലായിടത്തും ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതേപോലെ സൺഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, നല്ല വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വിദേശികളുണ്ട് കേട്ടോ ഒരുപാട്. ഇത് സ്റ്റാർബക്സ് ആണേ. സ്റ്റാർബക്സ് കോഫി കുടിച്ചാലും സ്റ്റാർബക്സ് കയറിയിട്ട് ഇത് ബോഗൻവില്ല കേട്ടാ. ഇത് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ സാധനം. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, നടന്ന് കാണാൻ ഒരുപാടുണ്ട് കേട്ടാ. നേരത്തെ ഇങ്ങോട്ടൊന്നും വന്നില്ല, ജസ്റ്റ് ഒന്ന് കൊണ്ട് കാണിക്കാം. ഇവിടെ പെർഫ്യൂമിൻ്റെ ഷോപ്പ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണേ. ബോട്ടിൽ കളയാതെ കയ്യിൽ വെച്ചിട്ടുണ്ട് വെള്ളം എടുക്കാനൊന്നും പറഞ്ഞു. പക്ഷേ കൂളിങ് ഇവിടെ വെച്ചിട്ട് വെച്ചിരിക്കണമെന്ന് അറിയാൻ വയ്യ. ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം എടുക്കുന്നേ കുടിക്കാനായിട്ട്. എവിടെയോ വെച്ചിരിക്കണം. ഞാൻ വേറെ വഴി കൂടെ നടന്ന് ചുറ്റി പോകണോണ്ട് ഒന്നും കാണുന്നില്ല. നമ്മളിവിടെ അതിനകത്ത് ഷോപ്പുകളിലൊക്കെ കയറി ചോദിച്ചാൽ അവർ തരും കേട്ടോ വെള്ളം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെറും വെള്ളം കയറി ചോദിച്ചവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ കച്ചവടമേ ഒന്നും പറയുന്നില്ല, തരയൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത സ്ഥലമൊന്നും പോകുന്നു മുന്നേ ഓർമ്മ കിട്ടുന്നില്ല. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. സൈക്കിളൊക്കെ ഞാൻ കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ ബാക്കി ഏരിയയൊക്കെ ഞാൻ കവർ ചെയ്തതാണ്, നേരത്തെ വന്ന് വീഡിയോസൊക്കെ എടുത്ത് പോയതാണ്. അതുകൊണ്ട് വീഡിയോസ് വലിച്ചു നീട്ടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ച സാധനങ്ങളാണ്. എന്നാലും ഒന്നുകൂടെ കാണിച്ചിട്ട് പോയേക്കാം. ആണെന്നവർ കണ്ടോട്ടെ. അതെ അല്ലേ, ഇവിടെ കയറിയപ്പോൾ ഒരു കൂളുണ്ട്. ഇത് രസമുണ്ട് കേട്ടോ. ഇതുപോലൊരു സെറ്റപ്പൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഓലയൊക്കെ കെട്ടിയിട്ടേ ഇരിക്കാനായിട്ട് രസമില്ല. കൊമ്പാണ്, കൊമ്പിൽ വരച്ചെടുത്തത്. ഇത് തടി, പകുതി തടിയും പാതി കൊമ്പ്. പകുതിയല്ല, മുക്കാഭാഗത്തോളം കൊമ്പ് തന്നെയാണ്. പിടി മാത്രമേ ഉള്ളൂ തടി. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം കാണിച്ചുതരാം. അപ്പം ഇപ്പം നടന്നു വന്ന വഴിക്ക് കണ്ടതാണേ. ഇതൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ, ബക്കറ്റ് കഫേ. ഈ ഇവിടെ നമ്മൾ ഇരുന്ന് കഴിക്കുന്ന ഡെസ്കിലുണ്ടല്ലോ മീറ്റർ വെച്ചിട്ടുണ്ട്. എനിക്കത് പെട്ടെന്നൊരു അത്ഭുതം കണക്ക് തോന്നി. അവരെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഒരു മീറ്റർ, നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയുടെ മീറ്ററില്ലേ അതുപോലത്തെ മീറ്റർ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഓട്ടോറിക്ഷയുടെ ഒക്കെ മീറ്റർ കണക്ക് ഇവിടെ ഉള്ള ഡെസ്കിൽ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതെന്താ സംഭവമെന്നേ. എനിക്ക് പെട്ടെന്നൊരു ആശ്ചര്യമായിട്ട് തോന്നി. ഇനിയിപ്പോൾ മീറ്റർ ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കേണ്ടതെന്നുള്ള ഡൗട്ടൊക്കെ വന്നത്. അപ്പോൾ പക്ഷേ ഞാൻ ഇവിടെ ഒരു ലേഡി സ്റ്റാഫ് ഇറങ്ങി വന്നു. ഞാൻ അവരോട് ചോദിച്ചു വീഡിയോ എടുത്തോട്ടാന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. ഇത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ മീറ്റർ ഇട്ടിട്ടൊന്നുമല്ല ഇവിടെ കഴിക്കേണ്ടത്. ഇതൊരു ജസ്റ്റ് അവരൊരു കസ്റ്റമറെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്.
ഒരു ഭംഗിക്ക് വേണ്ടി. ഇത് ഹെറിറ്റേജ് വില്ലേജ് അല്ലേ, അപ്പം അങ്ങനെ കുറച്ച് പഴയ ഇതൊക്കെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ അവരെ മെനുവും കൊടുത്തിട്ടുണ്ട്. സംഭവം ഇവിടെ ഒക്കെ വന്നിരുന്നത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. ഫുഡിൻ്റെ വില എത്രയാണെന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ വിലയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബൺ മസ്ക ചായ് 36 ദിറംസാണ്. നമ്മൾ 36 ദിറംസിന് 36 ചായ കുടിക്കും. ഇതൊക്കെ പൈസ ഉള്ളവർക്കൊണ്ടേ പറ്റത്തുള്ളൂ, സാധാരണക്കാർക്കുള്ളതല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഗുണാഫ ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടാൽ ഇതുണ്ട്. ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ ടേബിളിലും ഇതേപോലെ ഒരു ടേബിളാണിത്, പക്ഷെ ഒരു പാത്രം കണക്കാണത് കേട്ടോ. പാത്രം കണക്ക്, ഇത് ടേബിളാണ് ശരിക്കും കേട്ടോ. ഇവിടെ ഇവരെ മെനു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിഷ് ഐറ്റംസ് ഉണ്ട്, ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ട്, ഗ്രിൽഡ് ഫിഷ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് കഴിച്ചോ, പൈസ ഉള്ളവർ. ചെറിയൊരു പഴയ മോഡൽ ടി വിയും വെച്ചിട്ടുണ്ട്. നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി.